ഗവർണറും പിണറായി വിജയനും തമ്മിലുള്ള പോര് അവസാനിച്ചു എന്ന രീതിയിലുള്ള വാർത്തകൾ വന്നെങ്കിൽ അതൊന്നും അവസാനിച്ചിട്ടില്ല. ഗവർണർ തന്റെ രാഷ്ട്രീയം ഉയർത്തി തന്നെ മുന്നോട്ട് പോവുകയാണല്ലോ. അല്ല, അത് ഗവർണറുടെ രാഷ്ട്രീയവുമായിട്ട് മുന്നോട്ട് പോകുന്നു. ഗവർണർക്ക് രാഷ്ട്രീയമില്ല, പക്ഷെ അദ്ദേഹം ചില നിലപാടുകളുണ്ട്. ഗവർണർക്ക് അങ്ങനെ രാഷ്ട്രീയം പാടില്ല. ഗവർണർ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, സ്പീക്കർ അങ്ങനെയുള്ള ഭരണഘടനാ പദവിയിൽ ഇരിക്കുന്നവർ രാഷ്ട്രീയം കളിക്കരുത് എന്നാണ് ഒരു പൊതുവായ നയം. അപ്പോൾ ഗവർണർ അങ്ങനെ ഒരു തുറന്ന രാഷ്ട്രീയ കളിക്ക് തയ്യാറാകില്ല. എന്നാൽ താൻ ഏത് ആദർശങ്ങളെയാണോ പിന്തുടരുന്നത് ആ ആദർശങ്ങൾക്ക് അനുസൃതമായ തീരുമാനങ്ങൾ എടുക്കാനും നിലപാടുകൾ സ്വീകരിക്കാനും ഒക്കെ അദ്ദേഹം ശ്രമിക്കുമെന്ന് തീർച്ചയാണ്. ഇവിടെ ഇപ്പോൾ സർവകലാശാലകളുടെ പല തലങ്ങളിൽ ഇപ്പോൾ രജിസ്ട്രാർ, അതുപോലെ വൈസ് ചാൻസലർ തുടങ്ങി പല പോസ്റ്റുകളിലേക്ക് ആൾക്കാരെ നിയോഗിക്കുമ്പോൾ ഗവർണർ തൻ്റെ ആ ആദർശത്തോട് നീതി പുലർത്തുന്ന സമീപനം സ്വീകരിക്കുമെന്ന് തീർച്ചയാണ്. അതെല്ലാവരും സ്വീകരിക്കും. അതുകൊണ്ട് തന്നെ അതിനെ വെല്ലുവിളിക്കാനും അതിനെതിരെ പോര് വിളിക്കാനും ഒക്കെ, അല്ലെങ്കിൽ അതിനെതിരെ പണി വയ്ക്കാനും ഒക്കെ ശ്രമിച്ചാൽ അത് ഒരു വലിയ സംഘർഷത്തിലേ എത്തുള്ളൂ. ഒരിക്കലും അത് ഒരു സ്വാഭാവികമായ നന്മ അതിൽ നിന്നുണ്ടാകില്ല. അപ്പോൾ സംസ്ഥാന സർക്കാർ അത് മനസ്സിലാക്കി ഗവർണറുമായിട്ട് കഴിയുന്നതും ഇടയാതെ രമ്യതയിൽ പോകാനാണ് ശ്രമിക്കേണ്ടതെന്ന് പൊതുവെ അഭിപ്രായമുണ്ട്. കാരണം ഗവർണർ എന്തായാലും ഒരു കാര്യമുണ്ട്. ഇപ്പോൾ വൈസ് ചാൻസലർ, രജിസ്ട്രാർ, സിൻഡിക്കേറ്റ് അംഗങ്ങൾ, സെനറ്റ് അംഗങ്ങൾ, ഈ പോസ്റ്റുകളിലേക്കൊക്കെ ആ പോസ്റ്റുകളിൽ എത്താൻ യോഗ്യതയില്ലാത്ത ആൾക്കാരെ ആരും നിയോഗിക്കില്ലല്ലോ. സംസ്ഥാന സർക്കാരാണെങ്കിലും ഗവർണർ ആണെങ്കിലും ഒക്കെ ആ പോസ്റ്റുകളിലേക്ക് തീർച്ചയായിട്ടും അക്കാദമിക് താല്പര്യങ്ങളുള്ള, അക്കാദമിക് ഗുണങ്ങളുള്ള, അക്കാദമിക് യോഗ്യതകളുള്ള ആൾക്കാരെ മാത്രമേ നിയോഗിക്കുകയുള്ളൂ. ഇപ്പോൾ വൈസ് ചാൻസലർ ആകാൻ നിശ്ചിത യോഗ്യതകൾ വേണം. അതില്ലാത്ത ഒരാളിനെ എന്തായാലും നിയോഗിക്കില്ലല്ലോ. അപ്പോൾ ഇവിടെ ഗവർണർ തീർച്ചയായിട്ടും അതൊക്കെ തീരുമാനിക്കുന്നതിന് മാനദണ്ഡങ്ങളുണ്ട്, അതിന് പ്രത്യേകം സംവിധാനങ്ങളുണ്ട്. സെർച്ച് കമ്മിറ്റി, ആ സെർച്ച് കമ്മിറ്റി ഒരു പാനൽ ഉണ്ടാക്കണം. ആ പാനലിൽ ഇത്ര പേര് വേണം. ആ പാനലിൽ നിന്ന് വേണം ഒരു പോസ്റ്റിലേക്ക് ആളെ നിയോഗിക്കാൻ. ഇതാണ് അതിൻ്റെ ചട്ടം. ഇവിടെ ഇപ്പോൾ നമ്മുടെ ഈ സർവകലാശാല, കേരളത്തിൽ നിരവധി സർവകലാശാലകൾ പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ ഒട്ടുമുക്കാൽ സർവകലാശാലകൾ, ഏതാണ്ട് ഒരു 99% സർവകലാശാലകളുടെയും ചാൻസലർ പദവിയിൽ ഇരിക്കുന്നത് ഗവർണറാണ്. അതിൻ്റെ പ്രോ ചാൻസലറാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയോ മുഖ്യമന്ത്രിയോ ഒക്കെ വരുന്നത്. പിന്നെ വൈസ് ചാൻസലർമാരായിട്ട് വേറെ അത് അക്കാഡമിക് യോഗ്യതകളുള്ള ആൾക്കാരെ നിയോഗിക്കും. ഇവിടെ ഇപ്പോൾ ഈ കാലടി സംസ്കൃത സർവകലാശാല, അതുപോലെ വെറ്ററിനറി സർവകലാശാലയിലെ മാനേജ്മെന്റ് കൗൺസിൽ, ഇവിടെ രണ്ടിടത്തേക്കും ഗവർണർ നോമിനേറ്റ് ചെയ്തിട്ടുണ്ട് ആൾക്കാരെ. അത് ഗവർണർ നോമിനേറ്റ് ചെയ്യുന്നത് സർക്കാർ കൊടുക്കുന്ന ഒരു പാനലിൽ നിന്ന് ഗവർണർക്ക് വേണമെങ്കിൽ നോമിനേറ്റ് ചെയ്യാം. അല്ലാതെ ഗവർണർ തന്നെ ഒരു സെർച്ച് കമ്മിറ്റിയെ വെച്ച് ഒരു പാനൽ ഉണ്ടാക്കിയെടുത്ത് അതിൽ നിന്ന് ആൾക്കാരെ തിരഞ്ഞെടുക്കാം, നോമിനേറ്റ് ചെയ്യാം. ഇവിടെ ഇപ്പോൾ ഗവർണർ ഈ സംസ്കൃത കോളേജിലെ, നമ്മുടെ കാലടി സംസ്കൃത സർവകലാശാലയിലെ സിൻഡിക്കേറ്റ് അംഗങ്ങൾ 4 പേരെയാണ് നോമിനേറ്റ് ചെയ്തിട്ടുള്ളത്. അത് 4 പേര് മുൻ പ്രിൻസിപ്പൽ, സംസ്കൃത കോളേജിലെ മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ കെ ഉണ്ണികൃഷ്ണൻ, എനിക്കറിയാം അധ്യാപകനായിരുന്ന ആളാണ്. അതുപോലെ ചങ്ങനാശ്ശേരി NSS ഹിന്ദു കോളേജിലെ ചരിത്ര വിഭാഗം മേധാവി ഡോക്ടർ RS വിനീത്, അതുപോലെ തിരുവനന്തപുരം വിമൻസ് കോളേജിലെ ഫിലോസഫി വിഭാഗം മേധാവി ഡോക്ടർ S ശ്രീകലാദേവി, അതുപോലെ ആലപ്പുഴ സനാതന ധർമ്മ SD കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സിന്ധു അന്തർജനം. ഇവരെ 4 പേരെയാണ് കാലടി സർവകലാശാലയിലെ സിൻഡിക്കേറ്റിലേക്ക് നിർദ്ദേശിച്ചിരിക്കുന്നത്. അതുപോലെ വെറ്ററിനറി സർവകലാശാല നാം ഇത്തരത്തിലുള്ള നിയമനങ്ങൾ കണ്ടിട്ടുണ്ട്. ആരിഫ് മുഹമ്മദ് ഖാനുമായി ബന്ധപ്പെട്ട നിയമനങ്ങളും അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികളെ ഉൾപ്പെടെ നോമിനേറ്റ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അന്നലെ SFIയുടെ വലിയ പ്രതിഷേധങ്ങളാണ് സർവകലാശാലയ്ക്ക് മുന്നിൽ കണ്ടത്. അത്തരത്തിലൊരു പ്രതിഷേധം വീണ്ടും ഉണ്ടാകുമോ? ഒരാഴ്ച മുമ്പുള്ള പ്രതിഷേധം സ്വിച്ച് ഇട്ടതുപോലെ നിൽക്കുന്നത് നാം കണ്ടിരുന്നു. അത്തരമൊരു വീണ്ടും ആ സ്വിച്ച് ഓൺ ആകുമോ? ആ സ്വിച്ച് ഓൺ ആകാനുള്ള സാധ്യത ഉടനെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഗവർണറുമായിട്ട് രമ്യതയിൽ പോയില്ലെങ്കിൽ അത് പിണറായി വിജയന് വലിയ ദോഷം ചെയ്യും, മുഖ്യമന്ത്രിക്ക് വലിയ ദോഷം ചെയ്യും. ഒന്നാമത് ഡിജിറ്റൽ സർവകലാശാലയിലെ ഓഡിറ്റ് റിപ്പോർട്ട്, അവിടെ ഓഡിറ്റ് വേണം എന്ന നിർദ്ദേശം വന്നിരിക്കുന്നു. അവിടെ വലിയ അഴിമതി നടന്നിട്ടുണ്ട് എന്ന് VC-യുടെ താൽക്കാലിക ചുമതല വഹിക്കുന്ന ഡോക്ടർ സിസ തോമസ് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ റിപ്പോർട്ട് മുഖവിലേക്ക് എടുത്തുകൊണ്ട് ഗവർണർ അവിടെ ഓഡിറ്റ് നടത്താൻ നിർദ്ദേശിച്ചിരിക്കുകയാണ്. അവിടെ വലിയ ലക്ഷക്കണക്കിന് രൂപയുടെ അഴിമതി നടന്നു എന്ന ആക്ഷേപമുണ്ട്. അത് തീർച്ചയായിട്ടും സംസ്ഥാന സർക്കാരിനും
അതുപോലെ തന്നെ ഈ സർവകലാശാലയുടെ ഭരണം നിയന്ത്രിക്കുന്ന ആൾക്കാർക്കൊക്കെ അത് വലിയ ദോഷം ചെയ്യും. അതുകൊണ്ട് അവിടെ വലിയ ബഹളമൊന്നും ഉണ്ടാക്കാതെ കഴിയുന്നത്ര രമ്യതയിൽ പോകാൻ സർക്കാർ ശ്രമിക്കും. അതുപോലെ തന്നെ ഈ സ്വകാര്യ സർവകലാശാലയുടെ ബില്ല് ഒപ്പിടാനുണ്ട്. അത് ഉടനടി ഒപ്പിട്ട് കിട്ടണം. ഇല്ലെങ്കിൽ അതും ഈ സംസ്ഥാന സർക്കാരിനും മുഖ്യമന്ത്രി പിണറായി വിജയനും വ്യക്തിപരമായിട്ടും ഒക്കെ വലിയ തിരിച്ചടിയായിരിക്കും. അതുകൊണ്ട് അവിടെ ഗവർണറോട് ഒരു ഏറ്റുമുട്ടലിന് അവർ നിൽക്കില്ല. ഇതുപോലെ ഒട്ടനവധി വിഷയങ്ങളുണ്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞുപോയ കേരള സർവകലാശാലയുടെ കാര്യത്തിൽ നമ്മൾ കണ്ടതാണ്. രജിസ്ട്രാറിനെ കൊണ്ട്, ഈ കുട്ടിക്കുരങ്ങനെ കൊണ്ട് ചുടിചോറ് വാരിക്കുന്നത് പോലെ രജിസ്ട്രാറെ കൊണ്ട് ഗവർണറെ മര്യാദ പഠിപ്പിക്കാൻ പോയ SFIക്കും ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾക്കും സംസ്ഥാന സർക്കാരിനും ഒക്കെ ആകെ നാറി നാണം കെട്ടു എന്നുള്ളതാണ് പൊതുവേ ലോകം ജനം തിരിച്ചറിയുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് ഇനി ഒരു സ്വിച്ച് ഓൺ ചെയ്യാനുള്ള ശ്രമം നടത്തില്ല. അതുപോലെ തന്നെ ഈ വെറ്ററിനറി സർവകലാശാലയുടെ കാര്യത്തിൽ ഇവിടെയൊക്കെ ഗവർണർ കൃത്യമായിട്ട് ആൾക്കാരെ നിയോഗിച്ചു. അപ്പോൾ ഈ നിയോഗിച്ചത് സംഘപരിവാർ സഹയാത്രികരാണ് എന്ന ആക്ഷേപമാണ് ഉയരുന്നത്. ഈ ലോകത്ത് മനുഷ്യർക്ക് പലതരത്തിലുള്ള ബന്ധങ്ങളുണ്ടാവും. ആ ബന്ധങ്ങളെല്ലാം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആശയപ്രചാരണത്തിനുള്ള ഉപാധിയാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഘടനയുടെ ആശയപ്രചാരണത്തിനുള്ള മാർഗമാണ് എന്നൊക്കെ കരുതിയാൽ പിന്നെ അതിന് അവസാനം ഉണ്ടാവില്ല. ഇത് ഇനിയെങ്കിലും ഈ SFIക്കാരും ഇടതുപക്ഷവും മനസ്സിലാക്കണം. ഇവരാരെയാണ് ഭയപ്പെടുന്നത്? ആശയത്തെ ആശയം കൊണ്ട് നേരിട്ടുകൂടെ? നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ വെല്ലുവിളിക്കുന്നത്? ഈ ഗവർണർ അങ്ങനെ നിയമിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ആശയപരമായിട്ട് നേരിടണം. RSS മുന്നോട്ട് വെക്കുന്ന ആശയത്തെ നിങ്ങൾക്ക് നിങ്ങളുടെ ആശയം കൊണ്ട് നേരിടാമല്ലോ. അതിൽ ഏറ്റവും മികച്ച ആശയം ഏതാണോ അത് ജനം സ്വീകരിക്കും. ഇനി നിങ്ങളുടെ ആശയം മോശമാണെങ്കിൽ ജനം അതിനെ തിരസ്കരിക്കും, തീർച്ചയാണ്. അപ്പോൾ നിങ്ങളുടെ ആശയത്തിന് എന്തോ ദൗർബല്യമുണ്ട്, അതിന് ബലക്കുറവുണ്ട് എന്നുള്ളത് കൊണ്ടല്ലേ നിങ്ങൾ ഇതിനെ ഈ ആശയപരമായ നേരിടാതെ ആശയപരമായ പോരാട്ടത്തെ കായികമായ പോരാട്ടമായിട്ടും വെല്ലുവിളികളായിട്ടും വലിയ വാഗ്വാദങ്ങളായിട്ടും ഒക്കെ മാറ്റുന്നത്. അതുകൊണ്ടല്ലേ? അതിന് നിങ്ങൾക്ക് ധൈര്യം പോരാഞ്ഞിട്ട് നിങ്ങൾ ഗവർണറെയും ഈ പറയുന്ന സംവിധാനത്തെയൊക്കെ വെല്ലുവിളിക്കാൻ പോകുന്നതായിട്ടല്ലേ ഇത് വ്യാഖ്യാനിക്കപ്പെടുകയുള്ളൂ. അപ്പോൾ അത് ഇനിയെങ്കിലും ഈ ഇടതുപക്ഷം തിരിച്ചറിയണം. കുറച്ചൊക്കെ അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ സ്വിച്ച് ഇട്ടതുപോലെ ഗവർണർക്കെതിരായ പ്രക്ഷോഭം അവസാനിച്ചത്. എന്നാൽ കളിക്കണ്ട, കളിച്ചാൽ കളി പഠിപ്പിക്കും എന്നവർക്ക് മനസ്സിലാകും. ഇനി ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇവരെല്ലാം ഗവർണർ ഇങ്ങനെ സംഘപരിവാർ സഹയാത്രികരെ ഇങ്ങനെ തിരികെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അല്ല, സർവകലാശാലകൾ നൽകിയ പാനലിൽ നിന്നാണ് ഗവർണർ ഇവരെ തിരഞ്ഞെടുത്തത്. ഈ പാനൽ ഒരു പേരുകൾ കൊടുക്കുമ്പോൾ ആ പേരുകളിൽ നിന്ന് ഇവർ സംഘപരിവാർ സഹയാത്രികരാണെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കിക്കൂടെ? നിങ്ങൾക്കത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം സർക്കാരിനുണ്ടല്ലോ. സർക്കാരിൻ്റെ അധികാരത്തെ ആരും കവർന്നെടുത്തിട്ടില്ലല്ലോ. അപ്പോൾ ഒന്നും ചെയ്യാതെ ഈ പേരുകളും എല്ലാം ഉൾപ്പെടുത്തി കൊടുത്തിട്ട് വെറുതെ നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട്, ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് ഞങ്ങളിതാ ഗവർണറുമായിട്ട് നിരന്തര ഏറ്റുമുട്ടലിലാണ് എന്ന് കാണിക്കാനാണെങ്കിൽ ആ കാലമൊക്കെ കഴിഞ്ഞുപോയി. ഇനി അത് വിജയിക്കില്ല. അത് ഇനി കേരളത്തിൽ ഓടില്ല. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയൊക്കെ ഇത്രയും ശക്തമായിരിക്കുന്ന ഒരു കാലത്ത് ഇതെല്ലാം ജനം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആരിഫ് മുഹമ്മദ് ഖാനോട് യുദ്ധം ചെയ്യാൻ പോയിട്ട് പല്ലും നഖവും പോയ SFIയെ നമ്മൾ കണ്ടതാണ്. അത് തന്നെയാണ് രാജേന്ദ്ര ആർലേക്കറുടെ അടുത്ത് പോയിട്ടും സംഭവിച്ചത്. ഇവിടെ ഒന്ന് പോയാൽ വിജയിക്കില്ല, നിങ്ങൾ പരാജയപ്പെടുകയുള്ളൂ, നിങ്ങൾക്ക് പരാജയത്തിൻ്റെ കാലമാണിത് എന്ന് വെറുതെ നാട്ടുകാരെ കൊണ്ട് പറയിക്കണ്ട. അതുകൊണ്ട് ഈ പറഞ്ഞതുപോലെ ഇനി അവർ സംഘപരിവാറിൻ്റെ ആശയം പേറുന്നവരാണെങ്കിൽ അവരെ ആശയപരമായിട്ട് നേരിടൂ, അവരെ പരാജയപ്പെടുത്തൂ. ആശയത്തെ ആശയം കൊണ്ട് പരാജയപ്പെടുത്തൂ. അല്ലാതെ ആശയത്തെ ആയുധം കൊണ്ട് പരാജയപ്പെടുത്താൻ പോയാൽ ഒരിക്കലും വിജയിക്കില്ല എന്നാണ് ഈ അവസരത്തിൽ നമുക്ക് പറയാനുള്ളത്. എന്തായാലും ഗവർണർ വളരെ ശാന്തനായിട്ട്, ഇത് സർവകലാശാലയിൽ നിന്ന് കിട്ടിയ പാനലാണ്, അതിൽ നിന്നാണ് ആൾക്കാരെ തിരഞ്ഞെടുത്തിരിക്കുന്നത്, അത് അവരുടെ യോഗ്യതകളൊക്കെ പരിശോധിച്ചിട്ടാണ് അവരെ നിശ്ചയിച്ചത്. ഈ പറഞ്ഞവരാരും മോശക്കാരല്ല, എല്ലാവരും നല്ല അക്കാഡമിക് യോഗ്യതയുള്ളവരാണ് അവരെ നിയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ വെറ്ററിനറി സർവകലാശാലയുടെ കാര്യത്തിലും അതിൻ്റെ മാനേജ്മെൻറ്റ് കൗൺസിലിലേക്കും ഗവർണർ നിയോഗിച്ചിരിക്കുന്നത് വളരെ കൃത്യമായിട്ട് അതിന് കഴിവുള്ള ആൾക്കാരെ തന്നെയാണ്. അവിടെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ അത് പറയാം, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം, സംവാദങ്ങൾ സംഘടിപ്പിക്കാം, ആശയപരമായ പോരാട്ടം നടത്താം. മറിച്ച് വിരട്ടി കാര്യം സാധിക്കാമെന്ന് വിചാരിക്കുകയാണെങ്കിൽ അത് ആരിഫ് മുഹമ്മദ് ഖാൻ്റെ അടുത്ത് പരാജയപ്പെട്ടതുപോലെ തന്നെ ആർലേക്കറിൻ്റെ അടുത്തും അത് പരാജയപ്പെടും എന്നേ നമുക്ക് ഈ അവസരത്തിൽ പറയാനുള്ളൂ.